നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്ന പദ്ധതി ആരംഭിച്ചതായി കിംസ് കേരള ക്ലസ്റ്റർ സിഇഒയും ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ ആശുപത്രി ഇത്തരമൊരു മാതൃകാ പദ്ധതി നടപ്പിലാക്കുന്നത്. സാമ്പത്തികമായി തീരെ പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് ചികിത്സ നടപ്പിലാക്കുമെന്നും ഡയറക്ടർ അറിയിച്ചു. ആശുപത്രി സർവീസ് ചാർജും ഡോക്ടർമാരുടെ ഫീസും ഒഴിവാക്കി കൊടുത്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തീരെ നിർധനരായ രോഗികൾക്ക് ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്ന് ചികിത്സ നടപ്പിലാക്കും. ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഡിയാക് സയൻസ്, ജനറൽ സർജറി, യൂറോ ആൻഡ് നെഫ്രോളജി, ഗാസ്ട്രോ സയൻസ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും പദ്ധതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കും. മെഡിക്കൽ ഡയറക്ടറും ചീഫ് കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക. ആരോഗ്യം ഒരു അവകാശമാണെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ചികിത്സ ലഭിക്കാത്തവർക്ക് ആശ്വാസമാണ് ഈ പദ്ധതിയെന്നും കിംസ് കേരള ക്ലസ്റ്റർ സിഇഒ ഫർഹാൻ യാസിൻ പറഞ്ഞു. ഒരു ബൈപ്പാസ് സർജറി, ഉദാഹരണം ഒരു ബൈപ്പാസ് സർജറി ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ കയ്യിൽ ഒരു 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ. ഒരു ബൈപ്പാസ് സർജറി ഇന്ന് കേരളത്തിൽ എവിടെയാണെങ്കിലും 2.5-3 ലക്ഷം രൂപയോളം ചിലവ് വരും. ഇത് പൈസ ഇല്ലാണ്ട് ചെയ്യാതിരിക്കുന്ന കുറേ ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം നമ്മൾ എടുത്തു എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങൾ തൃശ്ശൂർ, അതേപോലെ എറണാകുളം ജില്ലയിൽ നടക്കുന്ന ആൾക്കാർ കണ്ണൂരിൽ വന്ന് നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഈ പദ്ധതിയിൽ പങ്കെടുത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്കിനെ അറിയിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. നമ്മളൊരു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ 1 ലക്ഷം രൂപയുള്ള ആൾക്ക് 3 ലക്ഷം ആവാത്ത കൊണ്ട് സർജറി നീട്ടി കൊണ്ടുപോകുന്നു. അയാളുടെ ജീവൻ അപകടത്തിലേക്ക് എത്തുന്നു. നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, ഡോക്ടർ രവീന്ദ്രൻ സാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഡോക്ടേഴ്സും ഇത്തരം രോഗികൾക്ക് അവരുടെ ചാർജുകൾ വേണ്ട എന്ന് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ വേണ്ടെന്ന് വെക്കുമ്പോൾ ആശുപത്രി എന്ന രീതിയിൽ നമ്മളും നമ്മുടെ ചാർജുകൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉപയോഗിക്കുന്ന മരുന്നും കൺസ്യൂമേഴ്സും മാത്രം വെച്ചിട്ട് ഇത്തരം രോഗികളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 ആഴ്ചയോളം ഏതാണ്ട് 100ഓളം ആൾക്കാർക്ക് ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്വകാര്യ ആശുപത്രി ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ രവീന്ദ്രനും പങ്കെടുത്തു.